ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പും വെട്ടിപ്പും കണക്കുകളിലെ പൊരുത്തക്കേടുമൊക്കെ മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരെ അറിയിച്ചത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു നിർണായക ചർച്ച ദേവസ്വം വകുപ്പ് നടത്താൻ പോവുകയാണ്. ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ IIICയുമായി. അതുമായി ആ യോഗത്തിന് മുൻപ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. നിങ്ങൾ കാത്തു നിൽക്കണം. നമ്മൾ നേരത്തെ തന്നെ 2025 നവംബർ 5 സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് അവര് പ്രപ്പോസ് ചെയ്ത കണക്കും നമ്മൾ ആക്ച്വൽ എത്രയെന്നുള്ളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ കണക്കിന്റെ ബേസിലാണോ നമ്മുടെ ചർച്ച? പൊരുത്തക്കേടുകളുണ്ടല്ലോ സുഹൃത്തെ, പൊരുത്തക്കേടുകൾ തീർത്ത് നിങ്ങളെ 11 മണിക്ക് ഞാൻ എല്ലാം അറിയിക്കാം. 11 മണിക്ക് മനുഷ്യനെ പ്രതീക്ഷയിലല്ലേ ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമായിരിക്കും. കാരണം മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. 10 മണിക്ക് മീറ്റിംഗ്, 9:30 അതിന് മുമ്പ് ചർച്ച, 11 മണിയാകുമ്പോൾ എല്ലാവരെയും വിളിക്കാം. ഇവിടെ നിൽക്കണേ, നമുക്ക് അകത്ത് വിളിച്ച് നിങ്ങളെ കാണാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്റെ ചർച്ചയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി മനസ്സിലായി. ഈ ശബരിമല യുവതീ പ്രവേശ കേസിലൊരു ഇപ്പം നിലപാട് അറിയിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് ബോർഡിന്റെ നിലപാട് നിലവിലവിടെ സമർപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായ നിലപാട് അറിയിക്കേണ്ടി വരില്ലേ? ഉപഗുപ്തന്റെ നിലപാട് തന്നെ സമയമായില്ല. സമയമാകുമ്പോൾ നിലപാടെടുക്കും. കാരണം 2020 ഈ വാദം നടന്ന സമയത്ത് അന്ന് യുവതീ പ്രവേശ പുനഃപരിശോധന വേണ്ടാന്നൊരു നിലപാടായിരുന്നല്ലോ അന്ന് ബോർഡിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. അത് മാറ്റേണ്ടി വരും. പറയാനുള്ള സമയമായിട്ടില്ല. പറയും. സമയമാകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പറയാം. ഇപ്പം നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. 11 മണിയാവും.